എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് വ്യാജ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയത് മാത്രമല്ല കാര്യം. വാ തുറന്ന വ്യാജത്തരവും പച്ചക്കള്ളവും മാത്രമേ വായിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്ന ഒരാൾ എന്താണ്, അടിമുടി വ്യാജനാണോ അല്ലയോ? ഏറ്റവും ഒടുവിൽ ഒരു ഉദാഹരണത്തിലെ കൂടി നിങ്ങൾ അത് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ രണ്ട് ദൃശ്യങ്ങൾ കാണിക്കാം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു പ്രതികരണം നടത്തിയാൽ അയാൾ മാന്യനാണെങ്കിൽ, അയാൾ ഒരു ക്വാളിറ്റി ഉള്ള രാഷ്ട്രീയ നേതാവാണെങ്കിൽ പിന്നീട് ആ അഭിപ്രായം മാറ്റി പറയണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ അടിമുടി വ്യാജനാണ്. അവൻ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്ത് വ്യാജൻ കൂടിയാണ്. ആണല്ലോ അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി എവിടെ OLX ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചത് യൂത്ത് വ്യാജനാണ്. യൂത്ത് വ്യാജൻ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇടതുപക്ഷം നടത്തി വരുന്ന സന്ദർഭത്തിൽ ആധികാരികമായിട്ട് യൂത്ത് വ്യാജന്റെ ഒരു വ്യാജത്തരം നിങ്ങൾ കേട്ടെ. സ്ഥാനാർത്ഥി ആരാ? CPM-ന് പറയാനൊരു പേര് പോലും ഇല്ല. CPM-ന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ M സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ